നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. പഠിത്തൊക്കെ ഇവിടെ വരികയാടാ. നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുക്കാറായില്ലേ. അപ്പം എന്തായാലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മലയാളമല്ലേ, എക്സാമിൻ്റെ തലേന്ന് പഠിക്കാന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അങ്ങനെ മാറ്റി വെച്ചാൽ നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. മിസ്സിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പം മിസ്സ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് തന്നെയാണ് മിസ്സിൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ആ വിശ്വാസം മിസ്സിനെ കാക്കട്ടെ. അപ്പം നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് പഠിക്കുക, നല്ല റിസൾട്ട് വാങ്ങിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഓക്കെ, എജുപോർട്ട് ഉള്ളപ്പോൾ എന്തിനാടാ പേടിക്കേണ്ട ആവശ്യം? ആതിര മിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വാങ്മയ ചിത്രം. ഇത് നിങ്ങളുടെ എക്സാമിന് എന്തായാലും വന്നിരിക്കും കേട്ടോ. വാങ്മയ ചിത്രം എങ്ങനെയാണ് തയ്യാറാക്കുക? എന്താണ് വാങ്മയ ചിത്രം? ആദ്യം നമുക്ക് അത് പറയാം അല്ലേ. വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം. എന്താണെടാ? വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്നതാണ് വാങ്മയ ചിത്രം. നമ്മൾ വാക്കുകൾ കൊണ്ടൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കൂലടാ ഒരു ചിത്രം. അതിനെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാങ്മയ ചിത്രം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാദ്യം മിസ് പറഞ്ഞുതരാം. വായിക്കുന്ന ഭാഗം ചിത്രരൂപത്തിൽ വായനക്കാരന്റെ മനസ്സിൽ തെളിഞ്ഞു വരണം. ലളിതമായ ഭാഷ ഉപയോഗിക്കണം. ചെറുതായിരിക്കണം. ആവർത്തനം പാടില്ല. വായനക്കാർക്ക് പരിചിതമായ ഉദാഹരണങ്ങളിലൂടെയോ രൂപങ്ങളിലൂടെയോ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടത്. ഇതൊക്കെ വെച്ച് എഴുതി ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിലെ യാത്രയ്ക്കൊരുങ്ങിയ ഗാന്ധിജിയുടെ വാങ്മയ ചിത്രം സ്വന്തം വാക്യത്തിൽ അവതരിപ്പിക്കുക. നമുക്കൊന്ന് നോക്കിയാലോ, എങ്ങനെയാണ് നോക്കിയാലോ. യെസ്, സമയം 6:30 ആയപ്പോൾ ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് ഒരുങ്ങി ആശ്രമത്തിന്റെ മുൻവാതിലിൽ എത്തി. അദ്ദേഹത്തിന്റെ വലതു കൈയിൽ എപ്പോഴും കൂടെ കരുതുന്ന മുളവടിയും ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡവും ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഉടുവസ്ത്രം പതിവായി ധരിക്കുന്ന ഒറ്റമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ സ്വതസിദ്ധമായ പുഞ്ചിരിയും കണ്ണുകളിൽ ദൃഢനിശ്ചയവും ജ്വലിച്ചു നിന്നിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞല്ലോ, ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി എഴുതേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെയാണ്? വായിക്കുന്ന ഭാഗം ചിത്രരൂപത്തിൽ വായനക്കാരന്റെ ആ ഒരു മനസ്സിലേക്ക് തെളിഞ്ഞു വരണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയോ ലളിതമായ ഭാഷ മതി. ലളിതമായിട്ടുള്ള ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ചെറുതായിരിക്കണം. നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറുതല്ലേ? യെസ്. പിന്നെയോ ആവർത്തനം പാടില്ല. റിപ്പീറ്റേഷൻ, ആവർത്തനം പാടില്ല. പിന്നെയോ വായനക്കാർക്ക് പരിചിതമായ ഉദാഹരണങ്ങളിലൂടെയോ പിന്നെയോ രൂപങ്ങളിലൂടെയോ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ വായിച്ച് വാങ്മയ ചിത്രം സെറ്റാണല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേപ്പോട്ട് നോക്കി നിൽക്കാതെ അടിപൊളിയാക്കി എഴുതുമല്ലോ. യെസ്. അപ്പൊ മക്കളെ, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.